വെള്ളപ്പൊക്ക ബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ പഞ്ചാബിൽ തടഞ്ഞു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശം സന്ദർശിക്കാൻ എത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പഞ്ചാബ് പോലീസും ഒരു സംഘം ഖലിസ്ഥാൻ തീവ്രവാദികളും തടഞ്ഞിരിക്കുന്നത്. ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അവർ ആം ആദ്മി പ്രവർത്തകർ എന്ന വ്യാജേനയാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ കോൺഗ്രസിനകത്തെ ചില പ്രശ്നങ്ങൾ മുതലെടുത്ത് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിനോട് ആ പാർട്ടിയുടെ MLA-മാർ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കും. MLA-മാർ കോൺഗ്രസിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയപ്പോൾ തൽക്കാലം നിങ്ങൾ കോൺഗ്രസിലേക്ക് വരണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ ഭരണം വീഴുകയും എന്ന് മാത്രമല്ല കോൺഗ്രസിന് അവിടെ അധികാരം പിടിക്കാൻ കഴിയും. പക്ഷേ കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിക്കേണ്ട എന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കോൺഗ്രസ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാത്തത്. പഞ്ചാബിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാനും അല്ലെങ്കിൽ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനും കഴിയാത്ത ഭരണകൂടം തീർത്തും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ പഞ്ചാബിലെ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പഞ്ചാബിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് MLA-യും കോൺഗ്രസ് PCC അധ്യക്ഷനുമായ അമരീന്ദർ സിംഗ് രാജ വാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർക്കൊപ്പം കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകന്മാർക്കും MLA-മാർക്കും ഒപ്പം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തിയത്. രാഹുൽ ഗാന്ധി വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളെ കാണുകയും അവർക്ക് വേണ്ട അവരുടെ പ്രയാസങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ എത്തിക്കുകയും ചെയ്താൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലില്ലാത്ത രൂപത്തിൽ ആം ആദ്മി പാർട്ടിയെ ബാധിക്കും. അതായത് ഒരു MLA പോലും ജയിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആം ആദ്മി പാർട്ടി മാറുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശിക ഗുണ്ടകളുടെ നേതൃത്വത്തിൽ പോലീസുകാരെ ഉപയോഗിച്ച് ഖലിസ്ഥാൻ തീവ്രവാദികൾ തോന്നിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. ഈ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതേണ്ട അല്ലെങ്കിൽ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ തമ്പടിച്ച് അവിടെയുള്ള നിരപരാധികളെ ബന്ദിയാക്കിയ സമയത്ത് എല്ലാ പ്രതിഷേധങ്ങളെയും വകഞ്ഞു മാറ്റി സ്വന്തം ജീവൻ പോലും രാജ്യത്തിന് ബലിയർപ്പിക്കാൻ തയ്യാറായി സുവർണ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ കയറ്റി ഖലിസ്ഥാൻ തീവ്രവാദികളെ പിടിച്ച് കൊണ്ടുവന്ന ഇന്ദിരാ പ്രിയദർശിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം പഞ്ചാബിലെ ഖലിസ്ഥാൻ തീവ്രവാദികളും പഞ്ചാബിലെ ഭരണകൂടവും ആം ആദ്മി നേതാക്കന്മാരും ഓർക്കേണ്ട നല്ലതാണ്. കാരണം പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ തീവ്രവാദികളെ പിടിച്ചതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നത്. ആ ഒരു പാരമ്പര്യം പേറുന്ന രാഹുൽ ഗാന്ധിയെ 4 തീവ്രവാദികളെ കാണിച്ചോ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചോ പേടിപ്പിക്കാമെന്ന് ആം ആദ്മി പാർട്ടി കരുതണ്ട. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അവിടെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആയാലും ശരി, പഞ്ചാബിലെ മന്ത്രിമാരും വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിലൂടെ യാത്ര നടത്തി ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ചെയ്തത്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കും ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ സന്ദർശിച്ച ആരും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം പഞ്ചാബിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണുള്ളത്. അവിടെ രാഹുൽ ഗാന്ധി കൃത്യമായി ആ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേറെ വെള്ളം കയറിയ പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്ന് തന്റെ സഹജീവികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരുടെ കണ്ണീരൊപ്പാൻ രാഹുൽ ഗാന്ധി തയ്യാറായി എന്നതാണ് ആം ആദ്മി പാർട്ടിയെ ചൊടിപ്പിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നതിലൂടെയൊന്നും ആം ആദ്മി പാർട്ടിയുടെ വിരുദ്ധ വികാരം മറയ്ക്കാൻ കഴിയില്ല. ഈ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി ഇനിയും വരും എന്ന് ഉറപ്പ് നൽകി തന്നെയാണ് പോകുന്നത്. അവിടെ അദ്ദേഹം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെത്തി ജനങ്ങളെ കണ്ടു, സംസാരിച്ചു. അവിടെയുള്ള MLA-മാരെ പോലും കോൺഗ്രസിന്റെ MLA-മാരെ പോലും തടയാൻ പോലീസിനെ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്ന വ്യാജേന വരുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി അങ്ങ് തടഞ്ഞ് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാമെന്നും ആം ആദ്മി പാർട്ടി കരുതണ്ട. രാഹുൽ ഗാന്ധി ഇത്തരം നിരവധിയായ പ്രദേശങ്ങളിൽ പോയതാണ്. ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിലേക്ക് ആദ്യം ഓടിയെത്തിയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ കാശ്മീരിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയപ്പോൾ അവിടേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. തമിഴ്നാട്ടിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്ര നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കടന്നു വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് വിമാനത്തിലെത്തി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കാണാൻ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. അത്തരത്തിൽ മനുഷ്യത്വത്തിന്റെ ഒരാൾ രൂപമായി മാറിയ രാഹുൽ ഗാന്ധിയെ 4 ഖലിസ്ഥാൻ തീവ്രവാദികളെ മുന്നിൽ നിർത്തി പേടിപ്പിക്കാമെന്നൊന്നും ആം ആദ്മി പാർട്ടി കരുതണ്ട. ഇത്തരം ഒരുപാട് ഖലിസ്ഥാൻ
തീവ്രവാദികളെ നേരിട്ട് അല്ലെങ്കിൽ അത്തരം ആളുകളെ നേരിട്ടതിന്റെ പവിത്രമായ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. അവിടെ ആം ആദ്മി പാർട്ടി കരുതുന്നത് അടുത്ത ഞങ്ങൾ അധികാരത്തിൽ ഏറാതിരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ ഏറാതിരിക്കാൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ നടക്കുമെന്നാണ്. എന്നാൽ ജനങ്ങൾക്ക് ആം ആദ്മി പാർട്ടി എന്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായി പഞ്ചാബ് മാറിയിരിക്കുകയാണ്. അഴിമതി പഞ്ചാബിന്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടി കമ്മീഷൻ സർക്കാരായി അധപ്പതിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണമോ അവർക്ക് വേണ്ട വസ്ത്രങ്ങളോ എത്തിക്കാൻ കഴിയാതെ പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, എത്രത്തോളം തീവ്രവാദികൾ ഇറക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തടഞ്ഞാലും ആ പ്രദേശങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഓടിയെത്തും. ജനങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണവും മരുന്നും എത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണെന്ന് രാഹുൽ ഗാന്ധിയും പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജയും തെളിയിച്ചു കഴിഞ്ഞു. അവിടെ ഇന്നും കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, നാളെയും കോൺഗ്രസ് പ്രവർത്തകരുണ്ടാകും, ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഉരുക്കുമുഷ്ടി കൊണ്ടോ ഖലിസ്ഥാൻ തീവ്രവാദികളെ റോഡിലിറക്കി അങ്ങ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ഇതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഉണ്ടാകും. പഞ്ചാബിലെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുണ്ട്, പഞ്ചാബിലെ NSUവിന്റെ വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ വൈബ്രന്റ് ആയ PCC അധ്യക്ഷനാണ് അവിടെ കോൺഗ്രസിനെ നയിക്കുന്നത് അമരീന്ദർ സിംഗ് രാജ. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അമരീന്ദർ സിംഗ് രാജയെ പോലുള്ള നേതാക്കന്മാരോടൊപ്പമാണ് രാഹുൽ ഗാന്ധി പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അവിടെ രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് കൊണ്ടൊന്നും പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിന്റെ പൊള്ളത്തരം മറച്ചു വെക്കാൻ കഴിയുമെന്ന് അവർ കരുതേണ്ട. കാരണം ഒരു പാവപ്പെട്ട ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ ധരിച്ചിരുന്ന വസ്ത്രം മാറാനില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് ആശ്വാസം എത്തിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ് ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തി ആം ആദ്മി പാർട്ടി തടഞ്ഞു വെച്ചത്. ഇതൊന്നും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഇന്ത്യയിലാണ് സന്ദർശിക്കുന്നത്, ഇന്ത്യയിൽ സന്ദർശിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ സഞ്ചരിക്കാൻ എനിക്ക് ആരുടെയെങ്കിലും അനുമതി വേണമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതെ പോലീസും പഞ്ചാബ് ഭരണകൂടവും വിയർക്കുകയാണ്. BJPയുടെ B ടീമായ ആം ആദ്മി പാർട്ടിയുടെ പൊള്ളത്തരങ്ങളെ രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കും. ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചപ്പോഴും ആ വെടിയുണ്ടയ്ക്ക് മുന്നിൽ പുഞ്ചിരിച്ചു നിന്ന ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും ഊട്ടിയുറപ്പിക്കാൻ ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ 1000 അസ്ഥികഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെരിച്ച രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ 4 ഖലിസ്ഥാൻ തീവ്രവാദികളെ കാണിച്ച് പേടിപ്പിച്ചാലോ അല്ലെങ്കിൽ പോലീസിന്റെ ഉരുക്കുമുഷ്ടി കാണിച്ച് പേടിപ്പിച്ചാലോ പിന്തിരിഞ്ഞ് പിന്നോട്ട് പോകില്ല രാഹുൽ ഗാന്ധി. വെള്ളപ്പൊക്ക ബാധിത പ്രദേശം മാത്രമല്ല, നാളെ പഞ്ചാബിൽ മുഴുവൻ യാത്ര നടത്തണമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ആം ആദ്മി ഭരണകൂടത്തിന് സാധിക്കില്ല. BJPയുടെ B ടീമായി രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം ഭയക്കുന്ന ആം ആദ്മിക്കെതിരായ ജനകീയ വികാരം ഉയർത്തിക്കാണിച്ച് തന്നെ പഞ്ചാബിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ആം ആദ്മി പാർട്ടിയോട് കൃത്യമായി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു, ഡൽഹിയിൽ തകർന്ന് തരിപ്പണമായ ആം ആദ്മി പഞ്ചാബിൽ കൂടി തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. കുതിരക്കച്ചവടത്തിലൂടെ അധികാരം പിടിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ ഇപ്പോൾ അവിടെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ കുതിരക്കച്ചവടം വേണ്ട എന്ന് തീർത്ത് കോൺഗ്രസ് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ് ഇപ്പോൾ പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഖലിസ്ഥാൻ തീവ്രവാദികളുടെ മുന്നിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഖലിസ്ഥാൻ തീവ്രവാദികളെ നേരിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം.